ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരം ആണ് സ്വാഭാവികമായിട്ട് ആർക്കും വരിക. അതിനെ ക്രമേണ മനസ്സിനെ പഠിപ്പിച്ച് ദൂരീകരിക്കുക. ഇത് ചെയ്യുന്നതും ഭഗവാനാണ്. ഈ ജോലി ഉണ്ടല്ലോ, ഓഫീസിലെ ജോലി, കൃഷിയിടത്തിലെ ജോലി, ഇത് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കണം. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. ഈ കൈകൾ ഭഗവാന്റേതാണ്, ഈ കാലുകൾ ഭഗവാന്റേതാണ്, ഈ കണ്ണുകൾ ഭഗവാന്റേതാണ്, ഈ ശരീരം ഭഗവാന്റേതാണ്. ഞാനെന്നുള്ള ഒരു പ്രത്യേക വ്യക്തിയില്ല, ഞാനും ഭഗവാന്റേതാണ്. ഭഗവാൻ ഭഗവാന്റെ ഉപകരണങ്ങൾ കൊണ്ട് ഭഗവാന്റേതായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഭഗവാനിൽ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ച് ചെയ്യൽ. അതിന്റെ ഉയർന്ന തലങ്ങളിൽ ചെല്ലുമ്പോൾ പിന്നെ ഞാൻ എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല, ഞാൻ തന്നെയില്ല, ഉള്ളത് ഭഗവാൻ മാത്രം. അങ്ങനെ ഒരുപോഴുണ്ടല്ലോ, നാം പ്രവർത്തിക്കുന്ന ഏത് മണ്ഡലത്തിലായാലും അത് അങ്ങേയറ്റം വിജയപ്രദമായി തീരും, അങ്ങേയറ്റം ശക്തമായി തീരും, അങ്ങേയറ്റം ആനന്ദകരമായി തീരും. ഏത് ജോലിയും ആനന്ദകരമായി തീരും. ഒരു ജോലിയും കേമമല്ല, ഒരു ജോലിയും മോശപ്പെട്ടതുമല്ല, എല്ലാം ഒരുപോലെ ആനന്ദകരമാണ്. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ബന്ധങ്ങളും ഇതെന്റേത് അത് അയാളുടേത് എന്നൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഈ ജോലി കൊള്ളാം ആ ജോലി മോശം എങ്ങനെയൊക്കെ വെക്കുന്നത്. എല്ലാ ജോലിയും ഒരുപോലെ ഭഗവാന്റേതാണ്. അപ്പോ എല്ലാം ഭഗവാന്റെ പൂജയ്ക്കുള്ള ഉപകരണമാണ്. ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന അതേ പൂജയാണ് നമ്മൾ വയലിൽ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മണ്ഡലം ഏതായാലും അവിടെ ചെയ്യുന്നതും എല്ലാം ഒരുപോലെ പവിത്രമാണ്. അതാണ് ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് ചെയ്യൽ. അങ്ങനെ ആരാണോ തൻ്റെതായ സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നത്, മത്പരാഹ, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഓരോ നിമിഷവും എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കാണ്, എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇത് ഭഗവാന് വേണ്ടി, ഇത് ഭഗവാന് വേണ്ടി, ഭഗവാന് വേണ്ടി എന്നിങ്ങനെ. നമ്മുടെ ഗോപികമാർ ചെയ്തതുപോലെ അവര് പശുവിനെ വളർത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അവര് പശുവിനെ വളർത്തുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. പശുവിനെ കുളിപ്പിക്കുന്നതും പശുവിന് വൈക്കോല് കൊടുക്കുന്നതും അതിന് പുല്ല് കൊടുക്കുന്നു, അതിന് വെള്ളം കൊടുക്കുന്നതും അതിനെ തൊഴുത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് വൈകുന്നേരം തിരിച്ച് തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടുന്നതും ഒക്കെ ഭഗവാന് വേണ്ടിയിട്ടാണ്. പാല് കറക്കുന്ന ഭഗവാന് വേണ്ടിയിട്ടാണ്, പാല് കാച്ചുന്ന ഭഗവാന് വേണ്ടിയിട്ടാണ്. എല്ലാം കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം. അങ്ങനെ എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്. ആ പാലിനെ ഉറയ്ക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. അതിനെ തൈരാക്കിയിട്ട് ആ തൈരെടുത്ത് കളയുന്ന ഭഗവാന് വേണ്ടിയിട്ടാണ്. വെണ്ണ എടുത്തു വെക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പാലും തൈരും വെണ്ണയും മോരും നെയ്യും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്. അതെല്ലാം ഭഗവാന് വേണ്ടി അവരിങ്ങനെ കുടങ്ങളിൽ നിറച്ചു വയ്ക്കുന്നു. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും അവിടെ വന്ന് അത് എടുത്തു കൊണ്ടുപോയിട്ട് ഭഗവാൻ ഭക്ഷിക്കുന്നു. അതാണ് അത് മുഴുവൻ ഭഗവാൻ കൊണ്ടുവയ്ക്കുള്ളൂ. കർമ്മഫലം മുഴുവൻ ഭഗവാൻ കൊണ്ടുവയ്ക്കുള്ളൂ. ഭഗവാന് വേണ്ടിയിട്ട് കർത്തവ്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ ഫലം മുഴുവൻ അദ്ദേഹം കൊണ്ടുപോയിക്കോളും. കർമ്മഫലങ്ങളൊന്നും നമ്മെ ബന്ധിക്കില്ല. ഇത് ഏറ്റവും വലിയ കർമ്മയോഗമാണ്. ഇത് ഒരേ സമയം ജ്ഞാനയോഗമാണ്, അതേസമയം കർമ്മയോഗമാണ്, എല്ലാമാണിത്. അങ്ങനെ അനന്യേനൈവ യോഗേന, മറ്റൊന്നിനെ കുറിച്ചും ഒരു ചിന്തയുമില്ലാതെ, ഈ ലൗകികമായ പ്രപഞ്ചത്തില് മറ്റൊരു നേട്ടങ്ങളെ കുറിച്ചും ചിന്തിക്കാതെ എല്ലാം തൻ്റെതെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന് വേണ്ടി ആരാണോ മാം ധ്യായന്ത, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത്,
അവര് തേഷാമഹം സമുദ്ധർത്ത, തേഷാം അവർക്ക് ഞാൻ അവരെ സമുദ്ധരിക്കുന്നവനായിരിക്കും. അതാണ് സഗുണോപാസന. അത് അങ്ങേറ്റം ഫലപ്രദമാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവരെ രക്ഷിക്കുന്നവനായി അവരുടെ കൂടെ ഞാൻ കാണും. എവിടെ നിന്നിട്ട് സമുദ്ധരിക്കുന്നറിയോ? മൃത്യു സംസാര സാഗരാത്, മരണമാകുന്ന ആ ഭയങ്കരമായ യുഗത്തിൽ നിന്ന്, സംസാരം ജനിമൃതി പരമ്പരകളുടെ ഒരു വലിയ കേളീഗൃഹമാണ് സംസാരം, ലോക ജീവിതം. അതൊരു സമുദ്രമാണ്. തുടങ്ങുന്നിടവും ഒടുങ്ങുന്നിടവും അറിയില്ല, അതിന്റെ അഗാധത അറിയില്ല, പരപ്പറിയില്ല. അങ്ങനെ ഈ ജനിമൃതി പരമ്പരയാകുന്ന സമുദ്രമാകുന്ന ആ ഭയങ്കരമായ അവസ്ഥയിൽ അവിടെ ജനനമുണ്ട്, മരണമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതിൽ ആ മരണത്തിൽ നിന്ന്, മരണം ദുഃഖകരമാണല്ലോ, നാം എല്ലാം ഭയക്കുന്നതാണല്ലോ, നമുക്കാർക്കും ഇഷ്ടമല്ലാത്തതാണല്ലോ. ആ മരണത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. അതാണ് ജന്മ സംസാര മൃത്യു സംസാര സാഗരാൽ, സംസാര സാഗരത്തിലെ മൃത്യുവിൽ നിന്നിട്ട് ഞാൻ തേഷാമഹം സമുദ്ധർത്ത, അവരെ ഉദ്ധരിക്കുന്നവനായി തീരും. അവരെ മരിക്കാൻ ഞാൻ വിടൂല. അവരെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കും. എങ്ങനെയാ മരണത്തിൽ നിന്ന് രക്ഷിക്കുക? അവരാരാണെന്ന് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവജ്ഞാനം അവർക്ക് കൈവരുന്ന അവസരത്തില് അവർ മരണത്തിന് അതീതരായിത്തീരും. അതാണ് തമേവ വിദിത്വ ആദിമർത്യമേതി, ശ്വേതാശ്വതരോപനിഷത്ത്. അവരെ അറിഞ്ഞാലാണ്, ആ പരമാത്മാവിനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക. അവർക്ക് ഞാൻ ആരാണ് എന്ന് അവർക്ക് ഞാൻ പ്രത്യക്ഷമായി അനുഭവപ്പെടുത്തി കൊടുക്കും. അവര് എന്നെ ഒരു നാമത്തിലൂടെയോ ഒരു രൂപത്തിലൂടെയോ ഒരു വിഗ്രഹത്തിലൂടെയോ ഒരു ക്ഷേത്രത്തിലൂടെയോ ഒക്കെ പൂജിക്കുകയാണ്. അവർക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുത്ത്, അവർ തന്നെയാണ് ഞാൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് തത് തോമസി, ആ പരമാത്മാവ് നീ തന്നെയാകുന്നു എന്ന് അവർക്ക് അനുഭവപ്പെടുത്തി കൊടുത്ത്, അവർക്ക് ആർക്കും തന്നെ മരണമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്, മരണം എന്നുള്ള ഈ പ്രപഞ്ചത്തിലെ ദുഃഖകരമായ ബന്ധനാവസ്ഥയിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും, ജനുമൃതി പരമ്പരകൾക്ക് അപ്പുറത്തെത്തിക്കും. ഇതാണ് സഗുണോപാസനയുടെ, സഗുണഭക്തിയുടെ പ്രയോജനം. അതാണ് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. എന്നിൽ സമ്പൂർണമായി സമർപ്പിച്ചിട്ടുള്ള മനസ്സോടുകൂടിയ അവർക്ക്, അതാണ് മയി ആവേശിത ചേതസാം, അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ അവരെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വലിയ സഹായിയായിട്ട് കൂടെ ഉണ്ടാകും, അവരുടെ രക്ഷകനായി കൂടെ ഉണ്ടാകും. ജനമൃതി പരമ്പരകൾക്ക് അപ്പുറത്ത് ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കും പരമമായി. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിലെ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുണ്ടല്ലോ, കഷ്ടപ്പാടുകളുണ്ടല്ലോ, രോഗങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഞാൻ മോചിപ്പിക്കും എന്നർത്ഥം. അതാണ് ഈ പറഞ്ഞത്. ജീവിതത്തിൽ ആ പരമമായിരിക്കുന്ന ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ ഞാൻ അവരെ എത്തിക്കും. അതിനു മുമ്പ് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദുഃഖിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല. ഏതൊരു കഷ്ടപ്പാട് അവരുടെ മുന്നിൽ വന്നാലും അതിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും. തേഷാമഹം സമുദ്ധർത്ത, അവരുടെ രക്ഷകനായി നിൽക്കും ഞാൻ. അവരെ ആ കഷ്ടപ്പാടിൽ നിന്ന് ഉദ്ധരിക്കുന്നവനായി തീരും. പണ്ട് ഞാൻ എങ്ങനെയാണോ ഹിരണ്യാക്ഷനെ സംവരിച്ചിട്ട് ഭൂമിയെ പാതാളത്തിൽ നിന്ന് തേറ്റമേൽ ഉയർത്തിയത്, അതേ പ്രകാരത്തിൽ ആ ദുഃഖത്തിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും. അങ്ങനെ ചെറിയ കഷ്ടപ്പാടായാലും അതിൽപ്പെടാൻ അനുവദിക്കാതെ ഭഗവാൻ നമ്മെ മോചിപ്പിക്കും. സകല കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കും, സകല രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കും. പിന്നെയോ പരവുമായി ജനിമൃതി പരമ്പരയിൽ നിന്ന് തന്നെ മോചിപ്പിക്കും. എത്രയോ ഉദാഹരണങ്ങൾ. മഹാഭാരത യുദ്ധത്തിലെ 13-ാം ദിവസം, അന്ന് പാണ്ഡവ പ്രമാണികൾ ഒരാളെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കൊന്നുതരാമെന്ന് 12-ാം ദിവസം രാത്രി ദുര്യോധനൻ വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ദ്രോണാചാര്യൻ ദുര്യോധനോട് പറഞ്ഞു, മറുപക്ഷത്തുള്ള ഒരാളിനെങ്കിലും
ഞാൻ തീർത്തു തരാം. 13-ാം ദിവസം രാവിലെ ചക്രവ്യൂഹം ഉണ്ടാക്കി. അങ്ങനെ അന്ന് ചതിച്ച് അഭിമന്യുവിനെ ഇവര് വീരന്മാരെല്ലാവരും കൂടി ചേർന്ന് ദ്രോണൻ, കൃപൻ, ശല്യൻ, കർണൻ, അശ്വത്ഥാമാവ്, ദുര്യോധനൻ, ദുശാസനൻ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആ പയ്യനെ, 16 തികയാത്ത പയ്യനെ വളഞ്ഞിട്ട് യുദ്ധം ചെയ്തിട്ടും ഇവരെല്ലാം മരണത്തെ കണ്ട് ഭയക്കുക. കർണൻ പറയുന്നു, അല്ലയോ ആചാര്യ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ നമ്മളെ കൊന്നുകളയും. അവരെല്ലാവരും തിരിഞ്ഞോടുകയാണ്. ഇവരെല്ലാവരും കൂടി എതിർത്തിട്ടും അഭിമന്യുവിന്റെ അടുത്ത് പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ചക്രവ്യൂഹത്തിനകത്ത് എന്നിട്ടും പറ്റുന്നില്ല. കൊന്നുകളയുന്നുള്ള അവസ്ഥ വരുമ്പോ ഇവരെല്ലാം തിരിഞ്ഞു ഓടുകയാണ്. ഓടിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അവസാനം ആചാര്യൻ പറഞ്ഞു, നീ പിന്മാറുന്നു എന്ന് കാണിച്ചിട്ട് അവന്റെ പിന്നിൽ ചെന്ന് അവൻ അറിയാതെ വില്ല് മുറിക്കും. അങ്ങനെ കർണൻ ആചാര്യൻ പറഞ്ഞനുസരിച്ച് അതിശയ വില്ല് മുറിച്ചു. അങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്ന് ആ ഏകനായ പയ്യനെ കൊല്ലുന്നത്. തേര് തകർത്ത്, ആയുധങ്ങളെല്ലാം തകർത്ത്, അവസാനം തേരിന്റെ ഉരുളെടുത്തുകൊണ്ട് അവൻ യുദ്ധം ചെയ്തു. അങ്ങനെ കൊല്ലുന്നു. വൈകുന്നേരം അർജുനൻ ഇതറിഞ്ഞു. അർജുനൻ വേറൊരിടത്ത് യുദ്ധം ചെയ്യായിരുന്നു. അർജുനനെ അകറ്റി. നേരത്തെ കുറെ ആളുകൾ ചാവേറുകൾ വെല്ലുവിളിച്ചു. അങ്ങനെ അർജുനനെ അകറ്റിയിരുന്നു. ചാവേറുകളെല്ലാം കൊന്നിട്ട് അർജുനൻ തിരിച്ചു വരുമ്പോഴാണ് ഈ ദുഃഖവൃത്താന്തം അറിയുന്നത്. അർജുനൻ ഒരു പ്രതിജ്ഞ ചെയ്തു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇതിന്റെ മുഖ്യ ശില്പിയായിരിക്കുന്ന ജയദ്രഥനെ, ദുര്യോധന്റെ മച്ചമ്പിയാണ്, ആ ജയദ്രഥനെ, സിന്ധുരാജാവിനെ കൊല്ലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. സാധിച്ചില്ലെങ്കിൽ ഞാൻ ഗാണ്ഡീവുമായിട്ട് അഗ്നിപ്രവേശിക്കും. അപ്പോ കൗരവന്മാർക്ക് സന്തോഷമായി. 14-ാം ദിവസത്തെ യുദ്ധത്തില് ജയദ്രഥനെ സംരക്ഷിച്ചാൽ മതി, സൂര്യൻ അസ്തമിക്കുമ്പോൾ അർജുനൻ മരിച്ചോളൂ. അങ്ങനെ അവര് അതിഗംഭീരമായിട്ട് ദ്രോണരുടെ നേതൃത്വത്തില് ഈ ജയദ്രഥനെ കാണാൻ പറ്റാത്ത രീതിയിൽ വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കി അവരെ സംരക്ഷിക്കുകയാണ്. ജയദ്രഥനെ കാണാൻ പറ്റില്ല. എവിടെയാണ് ജയദ്രഥൻ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. പാണ്ഡവന്മാരെ എല്ലാ വഴി കൂടെ ആക്രമിച്ചു കയറുക. ഭയങ്കരമായ യുദ്ധം, ഏറ്റവും ഭയങ്കരമായ യുദ്ധം നടന്ന 14-ാം ദിവസം. കാരണം എങ്ങനെയെങ്കിലും അർജുനന് ഒരു നോക്ക് ജയദ്രഥനെ കാണാൻ കിട്ടണം, എങ്കിൽ അപ്പോഴും കൊല്ലും. പക്ഷെ സാധിക്കുന്നില്ല. ഉച്ച കഴിഞ്ഞു, വൈകുന്നേരം എടുത്തു, അപ്പോഴും സാധിക്കുന്നില്ല. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അല്ലയോ അർജുന, എന്താണ് മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷിക്കുക ഭഗവാൻ? കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, ഇനി സൂര്യൻ അസ്തമിക്കാൻ അധികം നേരമില്ല. അപ്പൊ ഇനി ഞാനൊരു മായ കാണിച്ചേ പറ്റൂ.